മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം അലക്സാണ്ടറെക്കുറിച്ച് അപ്ലോഡ് ചെയ്ത ഒരു ചെറിയ സന്ദേശം അതൊത്തിരി പേരെ സ്വാധീനിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും മറ്റൊരു ചെറിയ സന്ദേശവും കൂടി അതേപോലെയുള്ള വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രചോദനമാകും എന്ന് വിചാരിച്ച് ഞാനിവിടെ വിവരിക്കാം. സോക്രട്ടീസ് അതിഗംഭീരമായിട്ട് നന്മകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നിലനിന്നിരുന്ന പല വ്യവസ്ഥകളെയും എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹം പറയുന്നത് കേട്ട് ജീവിക്കുന്നവരുടെയും എണ്ണം കൂടുന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തിനെ വധിക്കാൻ തീരുമാനിച്ചു. അന്ന് നിലനിന്നിരുന്ന ഏറ്റവും വീര്യമേറിയ വിഷമാണ് ഹെംലോക്ക് വിഷം. ഹെംലോക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചു. ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണണമെന്നുണ്ടോ എന്നുകൂടി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പോകാൻ തയ്യാറായ വ്യക്തി ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മുഖങ്ങൾ കണ്ടിട്ട് എന്തിനാ പോകുന്നത്, സന്തോഷത്തോടു കൂടി പോയിക്കൂടെ, അത് കാരണം എനിക്ക് ആരെയും കാണണമെന്നില്ല എന്ന് മാത്രം പറഞ്ഞു. ഇനി എന്തെങ്കിലും അന്ത്യാഭിലാഷമുണ്ടോ എന്ന് സോക്രട്ടീസിനോട് ചോദിച്ചപ്പോൾ സോക്രട്ടീസ് പറഞ്ഞത്, എനിക്ക് ജീവിതത്തിൽ ഈ ലോകത്തിലും പരലോകത്തിലും സംതൃപ്തി ലഭിക്കാൻ എനിക്ക് തരുന്ന വിഷം പരമപവിത്രമായ ഭാരതത്തിലെ പിച്ചളപാത്രം, സ്വർണകാരകം എന്നറിയപ്പെടുന്ന പിച്ചളപാത്രത്തിൽ വേണം എനിക്ക് തരാൻ. ആ പവിത്രമായ രാഷ്ട്രത്തിൻ്റെ ഒരു പാത്രത്തിൽ തീർത്ഥം തരുന്നത് പോലെ ഞാൻ ആ വിഷം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിന് അത് ഏറെ സംതൃപ്തി തരുന്നതായിരിക്കും. അങ്ങനെ ഒരു അന്ത്യാഭിലാഷം മാത്രമേ എനിക്കുള്ളൂ എന്ന് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അങ്ങനെ ഈ പരിശുദ്ധനായ ഒരു നന്മ നിറഞ്ഞ ഒരു വ്യക്തി പോലും തൻ്റെ ജീവിതാന്ത്യത്തിൽ താൻ കഴിക്കുന്ന, തൻ്റെ ജീവനെ തിരിച്ചെടുക്കുന്ന വിഷം, അത് കഴിക്കുമ്പോൾ പോലും ഭാരതത്തിൻ്റെ പവിത്രമായ തീർത്ഥപാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആ പിച്ചളപാത്രത്തിൽ വേണമെന്ന് പറഞ്ഞത് വിഷമാണെങ്കിൽ പോലും ആ പവിത്രമായ രാഷ്ട്രത്തിൻ്റെ ആ ധന്യമായ പാത്രത്തിൽ വേണമെന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ടെക്നോളജി സിങ്ക് ഉണ്ടാക്കാതെ കോപ്പറുമായി ചേർത്ത് ബ്രാസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. 16-ാം നൂറ്റാണ്ടിലാണ് ശരിക്ക് ലെസ്ബോൺ എന്ന് പറയുന്ന ആള് മലബാർ സിങ്ക് എന്നറിയപ്പെടുന്ന, മലബാർ ലെഡ് എന്നറിയപ്പെടുന്ന സിങ്കിനെ കുറിച്ച് അറിഞ്ഞതുപോലും. സോക്രട്ടീസിന്റെ കാലത്ത് പോലും നമ്മൾ കോപ്പറും സിങ്കും ശുദ്ധീകരിച്ച് പിച്ചളയെ ഉണ്ടാക്കി ഗ്രീക്കിലും ഈജിപ്തിലേക്കും വരെ അയച്ചിരുന്നു എന്നുള്ളതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ഇത് തരുമ്പോൾ, ആ ഭാരതത്തിൻ്റെ പാത്രത്തോട് സോക്രട്ടീസിനെ പോലെയുള്ളവർ കാണിച്ചിരുന്ന ഏറ്റവും ഭക്തിപൂർണമായിട്ടുള്ള ആ വീക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വീണ്ടും ഞാൻ പറയുന്നു, ദുഃഖപൂർണമാണ് സംഭവമെങ്കിൽ പോലും ആ ഭാരതത്തിൻ്റെ പവിത്രമായ പാത്രത്തോട് അദ്ദേഹം കാണിച്ചിരുന്ന ആദരവ് മനസ്സിൽ
അല്പം വേദനയും, എന്നാൽ ഈ ഭാരതം എന്ന രാഷ്ട്രത്തോട് അദ്ദേഹത്തിൻ്റെ ഭക്തി, അതിൽ സംതൃപ്തിയും ഞാൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.